ഇപ്പോൾ കപ്പലിലേക്ക് വന്ന ഫ്രാങ്കി യൂസോപ്പും എല്ലാവരും ലൂഫിയും സോറോയും സാഞ്ചിയും ഇവർ മൂന്നുപേരെ എഴുന്നേൽപ്പിച്ചിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതായത് നിങ്ങളുടെ ഷാഡോസ് അവർ മോഷ്ടിച്ചു, അതുപോലെ നമ്മുടെ സ്വന്തം ക്രൂവിലുള്ള നാമിയെ ആപ്സിലോം എന്ന് പറയുന്ന നാറി കല്യാണം കഴിക്കാൻ പോവാണ്. ഇത് കേട്ട സാഞ്ചി വെറുതെ ഇരിക്കോ? സാഞ്ചി ദേഷ്യം പിടിച്ച് അവൻ ഇപ്പൊ കൊല്ലണമെന്നായി. ഈ സോംബീസിനെയൊക്കെ കൊല്ലാൻ അവരുടെ ദേഹത്തേക്ക് ഉപ്പിട്ടാൽ മതി. ഈ ഒരു കാര്യം ഞങ്ങൾക്ക് ബ്രൂക്കാണ് പറഞ്ഞു തന്നത്. അവനിപ്പോ ലെബോൺ എന്ന് പറയുന്ന ഒരു തിമിംഗലത്തിന് കൊടുത്ത പ്രോമിസ് പാലിക്കാൻ വേണ്ടി അവന്റെ ഷാഡോ വീണ്ടെടുക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞ് ഫ്രാങ്കി പറയുമ്പോഴാണ് ലൂഫി, സോറോ, ഊസോപ്പ്, സാഞ്ചി ഇവർക്ക് 4 പേർക്കും സംഭവം എന്താണെന്ന് മനസ്സിലായത്. ഇവര് ഗ്രാൻഡ് ലൈനിലേക്ക് വന്ന സമയത്ത് ആദ്യമായിട്ട് കണ്ട ലെബൂണില്ലേ, അതിനെ പണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവിടെ വിട്ടിട്ട് പോയത് ഈ ഒരു ബ്രൂക്കിന്റെ ക്രൂ ആണ്. ഇത് മനസ്സിലാക്കുന്ന സ്ട്രോ ഹാറ്റ്സ് ബ്രൂക്കിനെ കൂടെ സഹായിക്കാൻ വേണ്ടി ഗെക്കോമോരിയുടെ കാസലിലേക്ക് പോയിട്ട് അവിടെയുള്ള എല്ലാ സോംബീസിനെയും അടിച്ച് താഴെ ഇടുന്നു. ഈ കൂട്ടത്തിൽ ലൂഫി നേരെ ചെന്ന് ഗെക്കോമോരിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഗെക്കോമോരിയുടെ പവറിന്റെ മുമ്പിൽ ലൂഫിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവൻ അവന്റെ ഷാഡോസ് മാനിപ്പുലേറ്റ് ചെയ്ത് ലൂഫി അറ്റാക്ക് ചെയ്യുന്നു. അതായത് ഗെക്കോമോരിക്ക് ഷാഡോസ് യൂസ് ചെയ്ത് മാത്രം അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ലൂഫിക്ക് ഒരു അടി പോലും ഗെക്കോമോരിക്ക് ഇട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ റോബിനും ചോപ്പറും ആരുടെ കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ ഹോക്ബാക്കിന്റെ കൂടെയാണ്. അയാളുടെ കൂടെ ഉള്ളതാവട്ടെ സോറോയുടെയും സാഞ്ചിയുടെയും ഷാഡോസ് കിട്ടിയ സോംബീസും. ഇവർക്കെതിരെയാണ് ചോപ്പറും റോബിനും ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഈ ഫൈറ്റിന്റെ അവസാനം റോബിനും ചോപ്പറും ചേർന്ന് അവരെ 3 പേരെയും തോൽപ്പിച്ചു. ഇനി സോറോ, സാഞ്ചി, ഫ്രാങ്കി, യൂസോപ്പ് ഇവർ 4 പേരും ഫൈറ്റ് ചെയ്യുന്നത് പെറോണ എന്ന് പറയുന്ന പെണ്ണിന്റെ കൂടെയാണ്. അവൾ അവളുടെ പവർ യൂസ് ചെയ്ത് 3 സ്ട്രോ ഹാറ്റ്സിനെയും, അതായത് സോറോ, സാഞ്ചി, ഫ്രാങ്കി ഇവരെ 3 പേരെയും ഡിപ്രഷൻ അടുപ്പിച്ച് താഴെ ഇട്ടു. ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് നെഗറ്റീവ് ഫീലിംഗ്സ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. ആ പവർ യൂസ് ചെയ്ത് ആരെ വേണമെങ്കിലും കുറച്ചു നേരത്തേക്ക് അവൾക്ക് നിർത്താൻ പറ്റും. അങ്ങനെ ഇവളിപ്പോ 3 പേരെയും ഡിപ്രഷൻ അടുപ്പിച്ച് താഴെ ഇട്ടു. പക്ഷേ ഊസോപ്പിന്റെ ദേഹത്തേക്ക് എത്രയൊക്കെ ഗോസ്റ്റിനെ അയച്ചിട്ടും ഊസോപ്പിന് ഒരു ഡിപ്രഷനും ഇല്ല. അവളുടെ പവർ ഊസോപ്പിന്റെ മുമ്പിൽ വർക്ക് ആവുന്നില്ല. കാരണം ഗോഡ് ഊസോപ്പ് എപ്പോഴും നെഗറ്റീവ് ആണ്. ഊസോപ്പിന്റെ പേഴ്സണാലിറ്റി തന്നെ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇവളുടെ ഈ ഒരു കളി ഊസോപ്പിന്റെ അടുത്ത് നടക്കില്ല. ഇപ്പൊ ഊസോപ്പും അവളും ഫൈറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുന്ന ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് അവിടെ നിന്ന് പോകുന്നു. ഇനി ഊസോപ്പും പെറോണയും തമ്മിലാണ് ഫൈറ്റ്. അവളുടെ അടുത്ത് ഒരുപാട് ആനിമൽ സോംബീസ് ഉണ്ട്. ഊസോപ്പ് അതിനെയൊക്കെ എതിർത്ത് വേണം ഫൈറ്റ് ചെയ്യാൻ. ഇവരുടെ ഈ ഒരു ഫൈറ്റ് കുറെ നേരം പോകുന്നുണ്ട്. ഊസോപ്പ് അവന്റെ ഒരുപാട് ടെക്നിക്ക് യൂസ് ചെയ്ത് അവളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. അതിന്റെയൊക്കെ അവസാനം ഊസോപ്പ് കുറച്ച് പാറ്റയെ യൂസ് ചെയ്ത് അവളെ തോൽപ്പിച്ചു. അതെങ്ങനെയാണെന്നല്ലേ, പെരോനയ്ക്ക് പാറ്റയെ പേടിയാണ്. സോ ഇത് മനസ്സിലാക്കുന്ന ഊസോപ്പ് കുറച്ച് പാറ്റയെ കൊണ്ടുവന്നിട്ടപ്പോ അവളുടെ ബോധം പോയി. അങ്ങനെ പെരോനയുടെ കാര്യം അവിടെ തീർന്നു. ഇവിടെ നമ്മുടെ സാഞ്ചി ആവട്ടെ നാമിയെ രക്ഷിക്കാൻ വേണ്ടി ആപ്സലോമിന്റെ കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ആപ്സലോമിന് ഇൻവിസിബിൾ ആവുന്ന പവർ ഉണ്ടായതുകൊണ്ട് സാഞ്ചിക്ക് ഒരുപാട് നേരം അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും സാഞ്ചി ആപ്സലോമിന്റെ പ്രസൻസ് മനസ്സിലാക്കി. അതുപോലെ സാഞ്ചിയുടെ ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് ആപ്സലോമിനെ അടിച്ച് നാമിയെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ അവിടേക്ക് ഓർസ് വന്ന് ആകെ ചവിട്ടി തകർക്കും. അപ്പൊ സാഞ്ചിയുടെ അടുത്ത് നിന്ന് നാമിയെ ആപ്സലോം എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഇപ്പൊ തൽക്കാലം സാഞ്ചിക്ക് നാമിയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഇനി ഇവിടെ നമ്മുടെ സോറോ ഓടി വന്ന് ബ്രൂക്കിനെ സഹായിക്കും. റൂമയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ബ്രൂക്കിനെ പുള്ളിക്കാരനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി റൂമയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് നമ്മുടെ സോറോയാണ്. വന്ന ഉടനെ തന്നെ സോറോ റൂമയെ നോക്കി ചലഞ്ച് ചെയ്യും. റൂമയുടെ കയ്യിലുള്ള കട്ടാന അത് സോറോക്ക് ഇഷ്ടപ്പെട്ടു. സോറോയ്ക്ക് അത് വേണമെന്നുണ്ട്. കാരണം നമ്മുടെ സോറോയ്ക്ക് ഇപ്പൊ 3 സോഡില്ല, അവന് 2 സോഡ് മാത്രമേ ഉള്ളൂ. അവന്റെ ഒരു സോഡ് എനീസ്ലോബിയിലെ ഫൈറ്റിൽ വെച്ച് നശിച്ചുപോയി. അതുകൊണ്ട് ഇപ്പൊ സോറോയ്ക്ക് റൂമയുടെ സോഡായിട്ടുള്ള ഷുസൂയി വേണമെന്നുണ്ട്. റൂമയുടെ കയ്യിലുള്ള കട്ടാന ഒരു ചെറിയ കട്ടാനയൊന്നുമല്ല. റൂമ ജീവിച്ചിരുന്നത് 800 വർഷങ്ങൾക്ക് മുമ്പാണ്. അതും വാനോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അവിടുത്തെ ഒരു സാമുറായി ആയിരുന്ന റൂമയുടെ ജോലി എന്താന്ന് വെച്ചാൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ഡ്രാഗൺസിനെ കൊല്ലുന്നതായിരുന്നു. സോ ഞാൻ പറഞ്ഞു വന്നത് 800 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന റൂമയുടെ സോഡ് എന്ന് പറയുന്നത് ഒരു ലെജൻഡറി സോഡാണ്. ഈ ഒരു സോഡിന് വേണ്ടി നമ്മുടെ സോറോ ഇപ്പൊ റൂമയെ ചലഞ്ച് ചെയ്യുന്നു. അങ്ങനെ സോറോ അവന്റെ 2 വാൾ യൂസ് ചെയ്ത് റൂമയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഈ ഫൈറ്റിൽ റൂമയും സോറയും കട്ടയ്ക്കാണ് നിൽക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല. റൂമ എങ്ങാനും തോറ്റുപോയാൽ പിന്നെ ഷുസൂയി അത് സോറോയ്ക്കുള്ളതാണ്. അതുകൊണ്ട് റൂമ സോറോയുടെ കൂടെ മാക്സിമം ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നു. നമ്മുടെ സോറോയും ചെറുതല്ല, 2 സോഡ് സ്റ്റൈലൊക്കെ യൂസ് ചെയ്ത് സോറോയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോറോയുടെ കൂടെ എന്തുകൊണ്ടും ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ടുപേരെയും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒപ്പോണന്റ് ആണ് റൂമ. അങ്ങനെ ഈ ഒരു ഫൈറ്റിന്റെ അവസാനം രണ്ടുപേരും നേർക്ക് നേരെ ഓടി വന്ന് ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. നമ്മുടെ സോറോയ്ക്ക് കിട്ടിയ അറ്റാക്കിൽ അവൻ താഴെ വീണു. പക്ഷെ സോറോയുടെ അറ്റാക്ക് റൂമയുടെ ദേഹത്ത് കൊണ്ടിരുന്നു ആദ്യമായിട്ട്. അതുകൊണ്ട് മാത്രം റൂമ പുള്ളിക്കാരന്റെ തോൽവി സമ്മതിക്കുകയാണ്. ഒരു ലെജൻഡറി സാമുറായി എന്ന രീതിയിൽ പുള്ളിക്കാരൻ തന്റെ തോൽവി അക്സെപ്റ്റ് ചെയ്തു. നീ ഒരു നല്ല പോരാളിയാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് എന്റെ ഈ കട്ടാന ഷുസൂയി ഇത് ഞാൻ നിനക്ക് തരുവാണ് എന്ന് പറഞ്ഞ് റൂമ പുള്ളിക്കാരന്റെ സോഡ് സോറോയ്ക്ക് കൊടുത്തു. അങ്ങനെ റൂമ അവിടെ വെച്ച് ഇല്ലാതായി. അതുപോലെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ബ്രൂക്കിന്റെ ഷാഡോ അത് ബ്രൂക്കിന് തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തു. സോറോയുടെ മുന്നിൽ റൂമ പെട്ടെന്ന് തോറ്റുപോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതുപോലെ സോംബി അല്ലാതെ പണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന റൂമ ആയിരുന്നെങ്കിൽ സോറോ ചലഞ്ച് ചെയ്യുന്ന ആ സെക്കൻഡില് സോറോയുടെ തല അവിടെ ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ബീസ്റ്റ് ആണ് റൂമ. സോറോ റൂമയെ റെസ്പെക്ട് ചെയ്തൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് നിങ്ങളെ എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അപ്പൊ സോറോയ്ക്കും അറിയാം റൂമ നല്ലൊരു സോഴ്സ്മാൻ ആണെന്നുള്ള കാര്യം. ഇപ്പൊ ഈ ഒരു സമയത്ത് ഗെക്കോ മോരിയയ്ക്ക് ഓർസിന്റെ മുഴുവൻ കൺട്രോളും കിട്ടി. അതുകൊണ്ട് ഗെക്കോ മോരിയ സ്ട്രോ ഹാറ്റ്സിന്റെ മുഴുവൻ ഫോട്ടോസും ഓർസിന് കാണിച്ചു കൊടുത്ത് അവരെ കൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പൊ ഓർസ് അവിടെ കാണുന്ന എല്ലാ സ്ട്രോ ഹാറ്റ്സിനെയും അറ്റാക്ക് ചെയ്യാണ്. ഫൈനലി നമ്മുടെ ഭൂരിഭാഗം എല്ലാ സ്ട്രോ ഹാറ്റ്സും ഒന്നിച്ച് ചേർന്ന് ഈ ഓർസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. ഓർസിനെ സ്ട്രോ ഹാറ്റ്സിന് ഒരിക്കലും കൊല്ലാൻ പറ്റില്ല. അപ്പൊ ഓർസിനെ കൊണ്ട് ഉപ്പ് തീറ്റിച്ച് അവനെ പ്യൂരിഫൈ ചെയ്യണം. ഓർസിന്റെ ഉള്ളിലുള്ള ലൂഫിയുടെ ഷാഡോ പുറത്തേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ബ്രൂക്ക് കുറച്ച് ഉപ്പും പാലും എടുത്ത് കൊണ്ടുവന്നു. ഉപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഓർസിനെ പ്യൂരിഫൈ ചെയ്യാൻ. അതുപോലെ പാൽ എന്തിനാണെന്ന് വെച്ചാൽ റൂമയുടെ കൂടെ ഫൈറ്റ് ചെയ്തപ്പോൾ ബ്രൂക്കിന് അവന്റെ അസ്ഥികൂടത്തിന്റെ ഓരോ ഭാഗം ക്രാക്ക് ആയി. സോ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി ബ്രൂക്ക് പാല് കുടിക്കും. പാല് കുടിക്കുന്ന ബ്രൂക്ക് പഴയതുപോലെ
പോലെയായി. അങ്ങനെ ബ്രൂക്കും സ്ട്രോ ഹാറ്റ്സും എല്ലാവരും ചേർന്ന് ഓർസിനെ കൊണ്ട് ഉപ്പ് തീറ്റിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. നേരത്തെ ബോധം പോയ പെരോന ഇപ്പൊ ബോധം വന്ന് എണീറ്റ് നോക്കുമ്പോൾ ഓർസ് കാണിക്കുന്ന അക്രമം കണ്ട് പേടിച്ചു. അതുകൊണ്ട് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങുന്നത് സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പലിലാണ്. അതായത് ഇവിടെയുള്ള സ്വർണ്ണമൊക്കെ എടുത്ത് സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പലിൽ കയറി പതുക്കെ ഇവിടെ നിന്ന് രക്ഷപ്പെടുക, അതാണ് അവളുടെ പ്ലാൻ. അങ്ങനെ പെരോന സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പലിലേക്ക് പോകുന്നു. ഈ സമയത്ത് അബ്സലോമിന്റെ അടുത്തുള്ള നാമിയുടെ ബോധം വന്നു. ആ സമയത്ത് തന്നെ അവിടേക്ക് ലോലയും കയറി വന്നു. എന്നിട്ട് ലോല നാമിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. സത്യത്തിൽ ലോല നാമിയെ കൊല്ലാൻ വേണ്ടിയല്ല ശ്രമിക്കുന്നത്, പകരം അവളെ അറ്റാക്ക് ചെയ്യുന്നത് പോലെ അഭിനയിച്ച് നാമിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. പക്ഷെ പെട്ടെന്നാണ് ആബ്സലോം ലോലയെ അറ്റാക്ക് ചെയ്തത്. ഇത് കാണുന്ന നാമിക്ക് ദേഷ്യം വന്നു, കാരണം അവളുടെ ഒരു ഫ്രണ്ടാണ് ഈ ലോല. അതുകൊണ്ട് ലോലയ്ക്ക് വേണ്ടി അതുപോലെ നാമിക്ക് രക്ഷപ്പെടാനും വേണ്ടി നാമി അവളുടെ തണ്ടർ ബോൾട്ട് അറ്റാക്ക് യൂസ് ചെയ്ത് ആബ്സലോമിനെ ഷോക്ക് അടുപ്പിച്ച് ബോധം കെടുത്തി. അങ്ങനെ ആബ്സലോമും നാമിയുടെ മുമ്പിൽ തോറ്റുപോയി. ശേഷം പെരോനയുടെ പ്ലാൻ സ്ട്രോ ഹാറ്റ്സിന്റെ കപ്പലെടുത്തിട്ട് രക്ഷപ്പെടാനാണെന്ന് മനസ്സിലാക്കിയ നാമി അവളെ തടഞ്ഞു നിർത്താൻ വേണ്ടി അവിടേക്ക് വരുന്നു. അപ്പൊ പെരോനെ ആവട്ടെ അവളുടെ സാധനങ്ങളൊക്കെ കയറ്റി പതിയെ രക്ഷപ്പെടാനായി. ഈ ഒരു സമയത്താണ് അവിടേക്ക് ഒരു വലിയ ജയന്റിനെ പോലെയുള്ള ഒരു മനുഷ്യൻ വരുന്നത്. ഇയാളെ കാണുന്ന പെരോനയ്ക്ക് അത് ആരാണെന്ന് മനസ്സിലായി. 7 വാർലോഡ്സിലെ മറ്റൊരു വാർലോഡ്, ബാർത്തലോമിയോ കൂമ. ഇയാളെ നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് അലാബസ്ത സാഗയുടെ അവസാനം വാർലോഡ്സിന്റെ ഒരു മീറ്റിംഗിൽ വെച്ചാണ്. ഇപ്പൊ ഇവിടെ ഇയാളെ കാണുന്ന പെരോന, ഞാൻ ഇനി ഒരിക്കലും മോരിയെ സഹായിക്കില്ല, ഞാൻ അയാളുടെ ആളുമല്ല, അതുപോലെ എന്നെ തടയാൻ നിനക്കൊന്നും കഴിയില്ല എന്നിങ്ങനെ പറഞ്ഞ് പെരോന നിൽക്കുമ്പോൾ, നീ വെക്കേഷന് പോവുകയാണെങ്കിൽ നിനക്ക് ഏത് സ്ഥലത്തേക്കാണ് പോകാൻ ആഗ്രഹം എന്ന് പറഞ്ഞ് കൂമ അവളോട് ചോദിക്കുമ്പോൾ, എനിക്ക് വളരെ ഡാർക്ക് ആയിട്ടുള്ള ആരുമില്ലാത്തൊരു സ്ഥലമാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് പെരോന അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം പറയുന്നു. പെട്ടെന്ന് ഒരേ ഒരു സെക്കൻഡില് കൂമ വന്ന് അവളെ തൊട്ടതും അവളെ കാണാതായി. അവളെ കൂമ എന്ത് ചെയ്തു, എന്ത് സംഭവിച്ചു ഒന്നും അറിയില്ല. കൂമ പെട്ടെന്ന് വന്ന് അവളെ തൊട്ടു, പിന്നെ അവളെ കാണാനില്ല. ശേഷം കൂമ അടുത്ത സെക്കൻഡില് നാമിയുടെ അടുത്തേക്ക് എത്തി. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന നാമി അവിടെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. നിന്റെ പേര് നാമി എന്നല്ലേ, നീ സ്ട്രോ ഹാറ്റ്സിലുള്ള ഒരു മെമ്പർ അല്ലേ, അപ്പൊ ഇവിടെ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സും ഉണ്ടാവും അല്ലെ. ഇത് കേട്ട് നാമി അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. അവക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതിരിക്കട്ടെ, ലൂഫിയുടെ ബ്രദർ ആണോ എയ്സ് എന്ന് കൂമ ചോദിക്കുമ്പോൾ നാമി ആവട്ടെ അതെ എന്ന് പറയുന്നു. അത് കേട്ട് കൂമ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് കൂമ നേരെ വരുന്നത് ഗെക്കോ മോരിയുടെ അടുത്തേക്കാണ്. മോരിയുടെ അടുത്തേക്ക് എത്തിയ കൂമ ക്രോക്കോഡൈലിന് പകരം വേൾഡ് ഗവൺമെന്റ് ആ സ്ഥാനത്തേക്ക് ബ്ലാക്ക് ബിയർഡിനെ കൊണ്ടുവന്നു. അതുകൊണ്ട് ഇനി മുതൽ ബ്ലാക്ക് ബിയർഡ് ഒരു വാർലോഡാണ്. അതുപോലെ വേൾഡ് ഗവൺമെന്റ് എന്നെ ഇവിടേക്ക് അയച്ചതിന്റെ കാരണം നിന്നെ സ്ട്രോ ഹാറ്റ്സിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. നിനക്ക് സ്ട്രോ ഹാറ്റ്സ് ആരാണെന്ന് അറിയില്ല, അവര് വാർലോഡായ ക്രോക്കോഡൈലിനെ തോൽപ്പിച്ചു, അതുപോലെ CP9 റോബ് ലുച്ചിയെയും. ഇനി നീയും കൂടെ തോറ്റുപോയാൽ വേൾഡ് ഗവൺമെന്റിന് ഒരു വാർലോഡിനെ നഷ്ടപ്പെടും. അതുകൊണ്ട് നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇത് കേട്ട് മോരിയാവട്ടെ ഡാ പറഞ്ഞു നീ അത്രയ്ക്കൊന്നും പോകണ്ട, ഞാനൊരു വാർലോഡാണ്, അത് നീ മറക്കണ്ട. പിന്നെ ആ ലൂഫി എന്ന് പറയുന്നവന്റെ ഷാഡോ ഞാൻ എടുത്തു, ഇനി സൂര്യവെളിച്ചം മാത്രം വന്നാൽ മതി, അവൻ ഇല്ലാതായിക്കോളും. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് വിട്ടു പോകാൻ നോക്ക്. ഇത് കേട്ട കൂമ അവിടെ നിന്ന് പോകുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ ലൂഫി എവിടെയാണെന്ന് വെച്ചാൽ നേരത്തെ ഗെക്കോ മോരിയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് അവസാനം ഗെക്കോ മോരിയെ കാടിന്റെ അകത്തേക്ക് കയറിപ്പോയി. പുറകെ തന്നെ അവനെ പിടിക്കാൻ വേണ്ടി ലൂഫിയും പോയിരുന്നു. പക്ഷെ മോരിയെ ലൂഫിയെ പറ്റിക്കാൻ വേണ്ടി അവന്റെ തന്നെ ഒരു ക്ലോൺ ഷാഡോയെ അവിടെ വിട്ടിട്ട് മോരിയെ ലൂഫി കാണാത്ത കാസറ്റിലേക്ക് വന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മുടെ ലൂഫി ആ ഷാഡോയുടെ പിന്നാലെയാണ് പോയത്. പക്ഷെ ഇപ്പൊ നമ്മുടെ ലൂഫി അത് ഷാഡോ ആണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് മോരിയുടെ അടുത്തേക്ക് ഓടി പോകുന്ന സമയത്ത് ആ കാടിന്റെ അകത്ത് തന്നെ കുറച്ച് പൈററ്റ്സ് ഉണ്ട്. അവരെ ലൂഫി കണ്ടു. ആ പൈററ്റ്സിന് ലൂഫിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. കാരണം അവർക്ക് ലൂഫിയെ സഹായിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടേക്ക് ലൂഫിയെ പോലെ പണ്ട് വന്ന ഒരു പൈററ്റ് ക്രൂ ആണ് അവര്. അവരുടെ ഷാഡോസും ഗെക്കോ മോരിയെ മോഷ്ടിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഗെക്കോ മോരിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവർ ലൂഫിയെ സഹായിക്കും. ഇവരുടെ പൈററ്റ് ക്രൂവിന്റെ പേര് റോളിംഗ് പൈററ്റ് എന്നാണ്. ഇവരുടെ ലീഡറാണ് ഷവർലെറ്റ് ലോല. നമ്മൾ മുമ്പ് കണ്ട ആബ്സലോമിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ലോലയില്ലേ, ആ ലോല സോംബിയുടെ ശരീരത്തിലുള്ള ഷാഡോ ഈ ഷവർലെറ്റ് ലോലയുടേതാണ്. സോ ഇവിടെ എല്ലാത്തിനും ഓരോ കണക്ഷൻ ഉണ്ട്. ഇവരിനി ലൂഫിയെ സഹായിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ ഇവർ പിടിച്ചു വെച്ച 100 ഷാഡോസ് ഉണ്ട്. അതായത് ഓരോ സോംബീസും ഇങ്ങനെ ഉപ്പ് തിന്ന് പതിയെ ചത്തുപോകും. തുടർന്ന് അതിന്റെ ഷാഡോസ് പുറത്തു വരുമ്പോൾ ഇവരതിനെ പിടിച്ചു വെക്കും. അങ്ങനെ ഇവരുടെ കയ്യിൽ മൊത്തം 100 ഷാഡോസ് ഉണ്ട്. ഇപ്പൊ ആ 100 ഷാഡോസിനെയും പിടിച്ച് ഇവർ ലൂഫിയുടെ ശരീരത്തിലേക്ക് ഇട്ടു. ഷാഡോസ് ദേഹത്ത് കയറിയ ലൂഫി ഒരു വലിയ ജയന്റ് ആയിട്ട് മാറി. മസിലൊക്കെ വെച്ച് ഒരു നീല ജയന്റ്. ലൂഫിയുടെ ഈ ഒരു ഫോമിന്റെ പേരാണ് നൈറ്റ്മെയർ ലൂഫി. ശേഷം പവർഫുൾ ആയിട്ട് മാറിയ ലൂഫിക്ക് ഒരു കത്തിയൊക്കെ കൊടുത്ത് ലൂഫി ഗെക്കോ മോരിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ലൂഫിയുടെ ശരീരത്തിൽ കയറിയ ഷാഡോസ് വെറും 10 മിനിറ്റ് മാത്രമേ നിൽക്കുള്ളൂ. അതിനുശേഷം ലൂഫി അവന്റെ പഴയ കണ്ടീഷനിലേക്ക് വരും. അതുപോലെ ഇവർക്ക് ഇനി ഫൈറ്റ് ചെയ്യാൻ വെറും 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ സൂര്യപ്രകാശം വരും, എല്ലാവരും ഇല്ലാതാവും. സൂര്യപ്രകാശം വരുന്നതിന് മുമ്പ് അവരെങ്ങനെയെങ്കിലും ഗെക്കോ മോരിയെ തോൽപ്പിക്കണം. ഈ സമയത്ത് ഗെക്കോ മോരിയ ഓർസിന്റെ ശരീരത്തിൽ കയറിയിരുന്ന് അവനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അവിടേക്ക് വരുന്ന ലൂഫി ഓർസിനെയും ഗെക്കോ മോരിയെയും എടുത്തിട്ട് അടിക്കും. അങ്ങനെ 10 മിനിറ്റ് ലൂഫി അവർക്കെതിരെ ഫൈറ്റ് ചെയ്തു. അതിനുശേഷം ലൂഫിയുടെ ദേഹത്തുള്ള ഷാഡോസ് ഒക്കെ പോയി. ഇനി എല്ലാ സ്ട്രോ ഹാറ്റ്സും ചേർന്ന് ഒരുമിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. അവർ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഓർസിനെ വീഴ്ത്താനാണ്. അതിനുവേണ്ടി ആദ്യം ഫ്രാങ്കി ഓർസിന്റെ കാൽ ഐസാക്കി മാറ്റി, ഓർസിന് നടക്കാൻ കഴിയാത്ത രീതിയിലാക്കി മാറ്റി. സാഞ്ചി ഒരു ചങ്ങല ചവിട്ടി ഈ ഓർസിന്റെ ദേഹത്തേക്ക് ഇട്ടു. സോറോ അവന്റെ 3 സോഡ് സ്റ്റൈൽ യൂസ് ചെയ്ത് ഓർസിനെ ഒരു മാരക വെട്ടി. അപ്പൊ സാഞ്ചി അവൻ ഓർസിന്റെ ശരീരത്തിലേക്ക് ഇട്ട ചങ്ങല അത് ടൈറ്റാക്കി ഓർസിനെ പുറകിലേക്ക് വലിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ ലൂഫി ചാടി വന്ന് ഗിയർ 3 യൂസ് ചെയ്ത് ഓർസിന്റെ മുഖത്തിനിട്ട് ഒരു ഒറ്റ പഞ്ച്. ആ പഞ്ച് കിട്ടിയ ഓർസിന്റെ നട്ടലൊടിഞ്ഞ് താഴെ വീണു. അങ്ങനെ അവരെല്ലാവരും ഓർസിനെ വീഴ്ത്തി. ഇനി അടുത്തത് മോരിയ. പക്ഷെ ഈ ഒരു സമയത്ത് മോരിയ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാ ഷാഡോസും അവന്റെ പവർ യൂസ് ചെയ്ത് അവൻ അബ്സോർബ് ചെയ്തു. അങ്ങനെ മോരിയ ഓർസിനേക്കാളും വലിയ ജയന്റ് ആയിട്ട് മാറി. ഈ ഒരു സമയത്ത് തന്നെ സൂര്യപ്രകാശവും പതിയെ വരുന്നുണ്ട്. സൂര്യപ്രകാശം തടുന്ന അവിടെയുള്ള ഓരോ പൈററ്റ്സും ചാരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവർക്കൊന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ലൂഫി അവന്റെ ഗിയർ 2 ആക്ടിവേറ്റ് ചെയ്ത് മോരിയയുടെ വീർത്ത് നിൽക്കുന്ന വയർ
ടയറിന് ഒരു പഞ്ച് കൊടുത്തു. പെട്ടെന്ന് കുറെ ഷാഡോസ് അവന്റെ വായ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് വന്നു. ഇത് കണ്ട് ലൂഫി ഗിയർ 3യും ഗിയർ 2യും ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്ത് മോരിയെ പഞ്ച് ചെയ്ത് വീഴ്ത്തി. അങ്ങനെ ലൂഫിക്ക് അവന്റെ ലിമിറ്റ് കടന്നു പോയതുകൊണ്ട് അവനും താഴെ വീണു. പെട്ടെന്ന് സൂര്യപ്രകാശം വന്ന് എല്ലാ സ്ട്രോ ഹാറ്റ്സും ചാരമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മോരിയുടെ അകത്തുള്ള എല്ലാ ഷാഡോസും പുറത്തു വന്നതുകൊണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു. പക്ഷെ നമ്മുടെ ലൂഫിക്ക് അവന്റെ ബോധം വന്നിട്ടില്ല. ഈ ഒരു സമയത്താണ് അവിടേക്ക് വീണ്ടും കൂമ വരുന്നത്. കൂമ വേൾഡ് ഗവൺമെന്റിനെ കോൺടാക്ട് ചെയ്ത് സ്ട്രോ ഹാറ്റ് ലൂഫി മോരിയെ തോൽപ്പിച്ചു എന്നുള്ള കാര്യം പറയുന്നു. അത് കേട്ട വേൾഡ് ഗവൺമെന്റ് ആവട്ടെ ലൂഫിയെ എത്രയും പെട്ടെന്ന് കൊല്ലണമെന്ന് കൂമയോട് പറയുന്നു. അങ്ങനെ കൂമ സ്ട്രോ ഹാറ്റ്സിനെ കൊല്ലാൻ വേണ്ടി വരുന്നത് കാണുമ്പോൾ സോറോ കൂമയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ കൂമയൊന്നും തൊടാൻ പോലും സോറോയ്ക്ക് പറ്റുന്നില്ല. കാരണം കൂമ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറാണ്. പുള്ളിക്കാരന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പേര് നിക്യുനോമി. ഇതൊരു പാരമീസിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് ആണ്. ഈ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എയർ കംപ്രസ് ചെയ്ത് അതൊരു ബോംബ് പോലെ ആക്കാൻ പറ്റും. പിന്നെ ഹൈ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റും. ഒരാളെ ടച്ച് ചെയ്ത് അയാളെ ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ പെരോനെ ചെയ്തത് ഇതാണ്, ടെലിപ്പോർട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ തനിക്കെതിരെ വരുന്ന അറ്റാക്ക് അത് അബ്സോർബ് ചെയ്ത് തിരിച്ച് റിപ്പിൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ കൂടാതെ ഒരാളുടെ ദേഹത്തുള്ള വേദന വലിച്ചെടുത്ത് അത് വേറൊരാളുടെ ദേഹത്തേക്ക് കൊടുക്കാൻ പറ്റും. കൂമയുടെ രണ്ട് കയ്യിലും ഒരു പൗ സിമ്പിൾ ഉണ്ട്. അതിലൂടെയാണ് കൂമ ഇതൊക്കെ ചെയ്യുന്നത്. സോ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും മുട്ടി നിൽക്കാൻ പറ്റാത്ത ഒരാളാണ് കൂമ. അതായത് കൂമ എല്ലാത്തിനെയും അടിച്ച് പരത്തും. കൂമ വന്ന ഉടനെ അവന്റെ കൈ കൊണ്ട് ഒരുപാട് അറ്റാക്ക് ചെയ്യും. കൂമ ജസ്റ്റ് അവന്റെ കൈയൊന്ന് വെറുതെ അനക്കിയാൽ മതി, എയർ കംപ്രസ് ചെയ്തിട്ടുള്ള ഒരുപാട് ബോംബുകൾ പുറത്തേക്ക് വന്ന് എല്ലാത്തിനും നശിപ്പിച്ച് കളയും. കൂമയുടെ അറ്റാക്കിൽ ഫ്രാങ്കി വരെ ഡാമേജ് ആയി താഴെ വീണു. ഫ്രാങ്കിയുടെ ബോഡി എന്ന് പറയുന്ന അത്രയും ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രാങ്കി വരെ ഒരേ അടിയിൽ താഴെ വീണു എന്ന് പറയുമ്പോൾ കൂമ എത്രത്തോളം പവർഫുൾ ആണെന്ന് ചിന്തിച്ചാൽ മതി. എന്നിട്ട് കൂമ അവരോട് പറയുന്നത്, എനിക്ക് നിങ്ങളുടെ ക്യാപ്റ്റൻ ലൂഫിയെ മാത്രം തന്നാൽ മതി, അവനെ എടുത്തിട്ട് ഞാൻ പോയിക്കോളാം. ഇത് കേട്ട സ്ട്രോ ഹാറ്റ്സ് ആവട്ടെ ലൂഫിയെ കൊടുക്കാൻ സമ്മതിക്കുമോ? ഇല്ല. അത് മനസ്സിലാക്കുന്ന കൂമ ചുറ്റുമുള്ള എയറിനെ ഒരു വലിയ ബോളാക്കി മാറ്റി. എന്നിട്ട് അതിനെ കംപ്രസ് ചെയ്ത് ഒരു ബോംബാക്കി. ഈ ഒരു ബോൾ ചെറുതായിട്ട് നിലത്തേക്ക് ഇട്ടാൽ മതി, അവിടെ മുഴുവൻ തകർന്നില്ലാതാവും. എന്നിട്ട് കൂമ ആവട്ടെ, നിങ്ങളുടെ അവസാനത്തെ ചാൻസ് ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ ക്യാപ്റ്റനെ എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ ഈ ബോംബ് ഇവിടെ ഇടും. ഇതിൽ നിന്ന് വരുന്ന ഷോക്ക് വേവ് നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. ഇത് കേട്ട സ്ട്രോ ഹാറ്റ്സ് ലൂഫിയെ കൊടുക്കില്ല എന്ന് തന്നെ പറയും. അങ്ങനെ കൂമ വേറെ വഴിയില്ലാതെ ആ ബോംബ് താഴെ ഇട്ടു. പറഞ്ഞതുപോലെ ഒരു വലിയ ബ്ലാസ്റ്റ് അവിടെ നടക്കുകയാണ്. മുഴുവനായിട്ട് തകർന്നില്ലതായി. ആ ഒരു ഷോക്ക് വേവില് കുറെ പേരുടെ ബോധവും പോയി. ആ സമയത്ത് കൂമ ലൂഫിയെ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞ് അവനെ എടുക്കാനായിട്ട് വരുമ്പോ പെട്ടെന്ന് സോറോ ഓടി വന്ന് കൂമയെ വെട്ടി. നീ എന്നെ ഉണ്ടാക്കിയിട്ട് എന്റെ ക്യാപ്റ്റനെ തൊട്ടാ മതി എന്നൊരു രീതിയിൽ. ഇപ്പോഴാണ് സോറോയ്ക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. കൂമയുടെ വെട്ട് കിട്ടിയ ഭാഗം മുഴുവൻ ഒരു റോബോട്ടിനെ പോലെയായിരുന്നു. അതായത് കൂമ ഒരു സൈബോർഗാണ്. ഇത് കണ്ട സോറോയോട് കൂമ പറയും, ഞാൻ പസഫിസ്റ്റ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ വെപ്പൺ ആണ്. ഡോക്ടർ വെഗാപങ്കാണ് എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളെക്കാൾ എത്ര പവർഫുൾ ആണ് ഞാനെന്ന്. നീയൊക്കെ എത്ര ശ്രമിച്ചാലും എന്നെ ഒന്നും തോൽപ്പിക്കാൻ പോലും പറ്റില്ല. അത് കേട്ട സോറോ പെട്ടെന്ന് ലൂഫിക്ക് പകരം നീ എന്നെ കൊണ്ടുപോയിക്കോ, ലൂഫിക്കും എനിക്കും ഏകദേശം ഒരേ ബൗണ്ടിയാണുള്ളത്, അതുകൊണ്ട് അവന് പകരം നീ എന്നെ എടുത്തോ. ഇപ്പൊ ഇത് കേട്ടോണ്ട് അവിടേക്ക് സാഞ്ചി വന്നിട്ട് പറയും, അത് വേണ്ട, നീ എന്നെ കൊണ്ടുപോയിക്കോ, ഇവരെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. പെട്ടെന്ന് സോറോ സാഞ്ചി അടിച്ചു. ആ അടിയിൽ സാഞ്ചിയുടെ ബോധം പോയി. ഞാൻ റെഡിയാണ്, നീ എന്നെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് സോറോ പറയുമ്പോ അപ്പൊ കൂമ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വീക്കായിട്ട് കിടക്കുന്ന ലൂഫിയെ എടുത്ത് അവന്റെ ശരീരത്തിലുള്ള പെയിൻ, വീക്ക്നെസ്, അതുപോലെ ലൂഫിയുടെ എല്ലാ പ്രശ്നങ്ങളും അബ്സോർബ് ചെയ്തെടുത്തു. ഞാൻ പറഞ്ഞില്ലേ കൂമയ്ക്ക് വേദന അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും നേരം ലൂഫി ഒരുപാട് ഫൈറ്റ് ചെയ്തതുകൊണ്ട് ലൂഫിയുടെ ബോഡി വീക്കാണ്, അവന് ഒരുപാട് വേദനയുണ്ട്. ആ ഒരു വേദനയാണ് ഇപ്പൊ കൂമ അബ്സോർബ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് കൂമ സോറോയോട്, നീ ഈ കാണുന്നത് ലൂഫിയുടെ ശരീരത്തിലുള്ള പെയിൻ ആണ്, ഇത് മുഴുവൻ നീ നിന്റെ ശരീരത്തിലേക്ക് എടുക്കണം. അങ്ങനെ എടുത്തതിന് ശേഷം നിനക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് കൂമ ഒരു സാമ്പിളിന് വേണ്ടി അത്രയും വലിയ ബോളിലെ ചെറിയൊരു ഭാഗം സെപ്പറേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അത് സോറോയുടെ ശരീരത്തിലേക്ക് ഇട്ടു. അത് ശരീരത്തിലേക്ക് കയറിയ ഉടനെ സോറോ വേദന കൊണ്ട് പെടയാൻ തുടങ്ങി. സോറോയ്ക്ക് താങ്ങാവുന്നതിൽ എത്രയോ അപ്പുറമാണ് ആ വേദന. എന്നിട്ട് ആ മുഴുവൻ പെയിനും ഫീൽ ചെയ്ത സോറോ, ശരി നീ പറഞ്ഞതുപോലെ ഇത് മുഴുവൻ ഞാൻ എന്റെ ശരീരത്തിലേക്ക് എടുക്കാം എന്ന് പറഞ്ഞ് സോറോ അവന്റെ രണ്ട് കൈയും ആ വലിയ ബോളിലേക്ക് ഇട്ട് അത്രയും പെയിന് സോറോ അവന്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി. എന്തിനു വേണ്ടി? അവന്റെ ക്യാപ്റ്റന് വേണ്ടി. തുടർന്ന് ഇത് കാണുന്ന കൂമ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് കൂമ ഒരു കാര്യം പറയുന്നുണ്ട്, ഡ്രാഗൺ, നിന്റെ മകന്റെ ഫ്രണ്ട്സ് എല്ലാവരും അവനോട് വിശ്വസ്തതയുള്ളവരാണ്. ഇത് പറഞ്ഞ് കൂമ അവിടെ നിന്ന് പോകുന്നു. സോ എന്തിനാണ് കൂമ ഡ്രാഗനെ പറ്റി പറഞ്ഞത്? ഡ്രാഗനും കൂമയും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, പക്ഷെ ആ കണക്ഷൻ എന്താണെന്ന് അറിയില്ല. ആ കണക്ഷൻ എന്താണെന്ന് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ്സിൽ കാണാം. ഇപ്പൊ കൂമ തിരിച്ചു പോയതിനു ശേഷം സ്ട്രോ ഹാറ്റ്സിന്റെ ഒക്കെ ബോധം തിരിച്ചു വന്നു. ബോധം വന്ന് എണീക്കുന്ന സാഞ്ചി ആവട്ടെ പെട്ടെന്ന് സോറോയുടെ അടുത്തേക്ക് പോകുന്നു. കാരണം സോറോയെ അവസാനമായിട്ട് കണ്ടത് സാഞ്ചിയാണ്. സാഞ്ചി അങ്ങനെ ഓടിച്ചെന്ന് സോറോയെ നോക്കുമ്പോൾ ശരീരം മുഴുവൻ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന സോറോ. അതുപോലെ സോറോ നിൽക്കുന്നതിന്റെ ചുറ്റും ഒരുപാട് ചോരയുണ്ട്. ഇത് കണ്ടുവരുന്ന സാഞ്ചി, സോറോ നിനക്ക് എന്ത് പറ്റി? അയാൾ അവിടെ പോയി, നിനക്ക് എന്താ പറ്റിയത്? അതിന് സോറോയുടെ ഒരു ഒന്നൊന്നര ഡയലോഗ് ഉണ്ട്, നത്തിങ് ഹാപ്പൻഡ്. ശരീരം മുഴുവൻ ചോര. ലൂഫിയുടെ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ വേദനയും സോറോ എടുത്തു. എന്നിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ നിൽക്കുന്ന സോറോയാണ് നമ്മുടെ ഹീറോ. പണ്ട് ലൂഫിയോട് സോറോ പറഞ്ഞ വാക്ക് അതിപ്പോഴും സോറോ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂഫിയോട് സോറോ അത്രയും ലോയൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ലോയലാണ്, പക്ഷേ അതിൽ സോറോ മാത്രം ഒരു പടി മുകളിലാണ്. ഇത്രയും ഡാമേജ് ഒക്കെ കിട്ടി ചോര പോയ സോറോയ്ക്ക് ചോപ്പർ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് റിക്കവർ ആയി വരുന്നുണ്ട്. അതിനുശേഷം എല്ലാ ഫൈറ്റും കഴിയുന്നതിന്റെ അവസാനം ഉള്ളതുപോലെ ഒരു പാർട്ടി. അപ്പൊ ബ്രൂക്ക് അവന്റെ സോങ് പ്ലേ ചെയ്യുന്നുണ്ട്.
ഈ സോങ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. പ്രത്യേകിച്ച് ഈ പാട്ടാണ് ബ്രൂക്കിന്റെ ഐഡന്റിറ്റി. ശേഷം ലൂഫി ബ്രൂക്കിന്റെ അടുത്ത് നിന്ന് തന്റെ ക്രൂവിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. അതുപോലെ ലൂഫി ലെബൂണിനെ കണ്ട കാര്യം ബ്രൂക്കിനോട് പറയുന്നുണ്ട്. ഞാൻ ലെബൂണിനെ കണ്ടിട്ടുണ്ട്. അന്ന് ഞാനും നിന്റേതുപോലെ ഒരു പ്രോമിസ് കൊടുത്തിട്ടാണ് വന്നത്. ഒരു ദിവസം എനിക്ക് അവനെ കാണണമെന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു ദിവസം ലെബൂണിനെ പോയി കാണണം. അതിന് ബ്രൂക്ക് ലെബൂണിനെ കുറിച്ച് ആലോചിച്ച് പൊട്ടിക്കരയുന്നു. ഇപ്പോഴാണ് ബ്രൂക്കിന്റെ പാസ്റ്റ് കാണിക്കുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് ബ്രൂക്ക് ഉണ്ടായിരുന്ന പൈററ്റ്സ് ക്രൂവിന്റെ പേരാണ് റംബാർ പൈററ്റ്സ്. ഈ ക്രൂവിന്റെ ക്യാപ്റ്റന്റെ പേരാണ് യോർക്കി. ഈ ഒരു ക്രൂവിലുള്ള അത്യാവശ്യം എല്ലാ പേരും മ്യൂസീഷ്യൻസ് ആണ്. അതുപോലെ ഇവരുടെ ആഗ്രഹം എല്ലാ സ്ഥലവും എക്സ്പ്ലോർ ചെയ്യുക. അതായത് വൺ പീസ് കണ്ടുപിടിക്കുകയല്ല, പകരം എല്ലാ സ്ഥലവും എക്സ്പ്ലോർ ചെയ്ത് പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവിടെയൊക്കെ അഡ്വഞ്ചർ ചെയ്ത് ഇങ്ങനെയൊക്കെ പോകാനാണ് ഈ റംബാർ പൈററ്റ്സിന്റെ ആഗ്രഹം. തുടർന്ന് ഇവർ ഗ്രാൻഡ് ലൈനിലേക്ക് പോകുന്ന സമയത്താണ് ഇവർ ആദ്യമായിട്ട് കുട്ടി ലെബൂണിനെ കണ്ടുമുട്ടിയത്. ഫാമിലിയെ നഷ്ടപ്പെട്ട ആ കുട്ടി തിമിംഗലത്തിന് ലെബൂൺ എന്ന് പേര് വെക്കുന്നത് ഇവരാണ്. അതുപോലെ സങ്കടത്തിലായിരുന്ന ലെബൂണിനെ പാട്ടുപാടി ഇവർ സന്തോഷിപ്പിച്ചു. അങ്ങനെ ലെബൂണിന് ഇവരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവർ എവിടെ പോയാലും ലെബൂൺ ഇവരുടെ പുറകെ ഉണ്ടാവും. ആ സമയം കൊണ്ട് ലെബൂൺ അവരുടെ ഒരു ക്രൂ മെമ്പറായിട്ട് മാറി. പക്ഷെ അവരിനി ലെബൂണിനെ കൊണ്ടുപോകുന്നത് അത്ര സേഫ് അല്ല എന്ന് മനസ്സിലാക്കി. കാരണം ഗ്രാൻഡ് ലൈൻ ഇത്രയും ചെറിയ തിമിംഗലത്തിന് സർവൈവ് ചെയ്യാൻ കഴിയില്ല. ഒരുപാട് പൈററ്റ്സ് ആക്രമിക്കും, അതുപോലെ സീ മോൺസ്റ്റേഴ്സ് ആക്രമിക്കും. അതുകൊണ്ട് ഇവരുടെ പുറകെ ഇനി ലെബൂൺ വരാതിരിക്കാൻ വേണ്ടി ലെബൂണിനോട് മിണ്ടാത്തതുപോലെ അവർ അഭിനയിച്ചു. ലെബൂൺ ഇനി ഒരിക്കലും അവരുടെ പുറകെ വരാതിരിക്കാൻ വേണ്ടി. ശേഷം റംബാർ പൈററ്റ്സ് എല്ലാവരും റെഡ് ലൈൻ വഴി ഗ്രാൻഡ് ലൈനിലേക്ക് എത്തി. അവിടെ എത്തിയതിനു ശേഷം അവരവിടെയുള്ള ക്രോക്കസിനെ കണ്ട് സംസാരിച്ച് അന്ന് രാത്രി അവിടെ താമസിക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവരുടെ തൊട്ട് പുറകിൽ ലെബൂണും വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ട് എല്ലാവർക്കും അത്ഭുതമായി. കാരണം ഇത്രയും ചെറിയ തിമിംഗലത്തിന് ഈ റെഡ് ലൈനിലൂടെ വരുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം വെള്ളത്തിന്റെ ഒഴുക്ക് നല്ല സ്പീഡിലാണ് വരുന്നത്. എന്നിട്ട് പോലും ലെബൂൺ ഇവരുടെ പുറകെ വന്നു. ഇത് കാണുന്ന എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് അന്ന് രാത്രി ഇവർ ലെബൂണിന് വേണ്ടി ഒരു പാട്ടൊക്കെ പാടി അവന്റെ കൂടെ നിന്ന് എൻജോയ് ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ അവർ പോകുന്നതിന് മുമ്പ് ആ ക്രൂവിലുള്ള എല്ലാവരും ലെബൂണിന് ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ സ്ഥലവും കണ്ടതിന് ശേഷം ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. എന്നിട്ട് ഒരു ദിവസം നിന്നെയും കൊണ്ട് പോകും. എന്നിങ്ങനെ ലെബൂണിനോട് ഉറപ്പായിട്ടും തിരിച്ചു വരും എന്ന് പറഞ്ഞ് അവരെല്ലാവരും അവരുടെ യാത്ര തുടങ്ങി. ആദ്യമൊക്കെ ഇവർ ഓരോ പൈററ്റ്സ് ക്രൂവിനെ തോൽപ്പിച്ച് അവർക്ക് വേണ്ട സ്വർണ്ണമൊക്കെ എടുത്ത് ഓരോ സ്ഥലം കണ്ട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നല്ല രീതിക്കാണ് പോയതെങ്കിലും 2 വർഷത്തിന് ശേഷം അവരുടെ ക്യാപ്റ്റന് ഒരു വൈറസ് കാരണം അസുഖം ബാധിച്ചു. അത് കണ്ട ബ്രൂക്കിന് മനസ്സിലായി അവരുടെ ക്യാപ്റ്റൻ മരിച്ചു പോകുന്നു. മരിക്കുന്നതിന് മുമ്പ് അവരുടെ ക്യാപ്റ്റൻ പറഞ്ഞത് നിങ്ങൾ ബാക്കിയുള്ളവർ ചേർന്ന് ഈ അഡ്വഞ്ചർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ ലെബൂണിന് കൊടുത്ത പ്രോമിസ് നിങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞ് ക്യാപ്റ്റനും അതുപോലെ ഈ അസുഖം ബാധിച്ച് കുറച്ചുപേരും ചേർന്ന് ഗ്രാൻഡ് ലൈൻ വിട്ട് പുറത്തേക്ക് പോകുന്നു. അതുപോലെ ബാക്കിയുള്ളവരെ നോക്കി അഡ്വഞ്ചർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ബ്രൂക്കാണ്. അവരുടെ പഴയ സന്തോഷം വീണ്ടും തിരിച്ചു വന്ന് അവരുടെ ആ അഡ്വഞ്ചർ അവർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അവസാനം അവർ ഈ ഫ്ലോറിയൻ ട്രയാങ്കിളിൽ കുടുങ്ങിപ്പോയി. അവിടെ കുടുങ്ങിയതിനു ശേഷം വേറൊരു പൈററ്റ് ക്രൂ വന്ന് ഇവരെ അറ്റാക്ക് ചെയ്ത് ഇവരുടെ ക്രൂവിലുള്ള കുറെ പേരെ കൊന്നു. ഒരുപാട് പേര് മരിക്കാറായി. മരിക്കുന്നതിന് മുമ്പ് അവർ പറയുന്നത് ഞങ്ങൾക്ക് മരിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷേ ലെബൂണിന് ഞങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഈ ഒരു കാര്യം ഓർത്തിട്ടാണ് എല്ലാവർക്കും സങ്കടം. എന്നിട്ട് ക്രൂവിലുള്ള ബാക്കിയുള്ള ആൾക്കാർ ബ്രൂക്ക് നീ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസർ അല്ലേ? ഞങ്ങൾ മരിച്ചതിന് ശേഷവും നീ ജീവനോട് തിരിച്ചു വരികയാണെങ്കിൽ നീ ഞങ്ങൾക്ക് വേണ്ടി എന്തായാലും അവനെ പോയി കാണണം. നമ്മളെല്ലാവരും അവന് കൊടുത്ത പ്രോമിസ് നീയാണ് പാലിക്കേണ്ടത്. ബ്രൂക്കിന്റെ ഡെവിൾ ഫ്രൂട്ട് പവർ ആക്ടിവേറ്റ് ആകുന്നത് അവൻ മരിച്ചതിന് ശേഷമാണ്. ഇപ്പൊ മരിക്കുന്നതിന് മുമ്പ് അവർ അവസാനമായിട്ട് ലെബൂണിന് വേണ്ടി ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാണ്. അങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഓരോ ആൾക്കാരും മരിച്ച് താഴെ വീണു. അവസാനം അങ്ങനെ ബ്രൂക്ക് മരിക്കുന്നു. ബ്രൂക്ക് മരിച്ചതിന് ശേഷമാണ് അവന്റെ ഡെവിൾ ഫ്രൂട്ട് ആക്ടിവേറ്റ് ആകുന്നത്. എന്നിട്ട് പുറത്തേക്ക് പോകുന്ന അവന്റെ ആത്മാവ് ഒരുപാട് ദൂരത്തേക്ക് പോയി. എന്നിട്ട് ഈ ആത്മാവ് തിരിച്ചു വരുമ്പോൾ ഇവന്റെ കപ്പൽ കണ്ടുപിടിക്കാൻ ഈ ആത്മാവിനെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഈ ആത്മാവ് 1 വർഷം അലഞ്ഞു തിരിഞ്ഞ് അവസാനം അവരുടെ ആ കപ്പൽ കണ്ടുപിടിച്ചു. പക്ഷെ അപ്പോഴേക്കും ബ്രൂക്ക് അസ്ഥി കൂടായിട്ട് മാറിയിരുന്നു. അവന്റെ ക്രൂവിലെ മരിച്ചു വീണ എല്ലാവരുടെയും അസ്ഥി അവിടെയുണ്ട്. അതൊക്കെ എടുത്ത് ബ്രൂക്ക് ഒരു ഭാഗത്ത് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. തുടർന്ന് കഴിഞ്ഞ 50 വർഷമായിട്ട് ബ്രൂക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ഈ ഒരു ഫ്ലോറിയൻ ട്രയാങ്കിളിൽ 50 വർഷം സർവൈവ് ചെയ്തു. അതിനുശേഷം ബ്രൂക്കിനെ ഗെക്കോമോരിയെ കണ്ടുപിടിച്ചു. അവന്റെ ഷാഡോ ഗെക്കോമോരിയെ മോഷ്ടിച്ചു. തുടർന്ന് നമ്മുടെ ലൂഫിയൊക്കെ വന്ന് ബ്രൂക്കിനെ സഹായിച്ചു. ഇതാണ് ബ്രൂക്കിന്റെ ബാക്ക് സ്റ്റോറി. ഇപ്പൊ ഇതൊക്കെ ആലോചിച്ചെടുക്കുന്ന ബ്രൂക്ക് അവസാനം സ്ട്രോ ഹാറ്റ്സിലേക്ക് ജോയിൻ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിലേക്ക് പുതിയൊരു മെമ്പർ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ് ബ്രൂക്ക്. എന്നിട്ട് അവന്റെ ക്രൂമേറ്റ്സിന്റെ അസ്ഥിയൊക്കെ ത്രില്ലർ പാർക്കിൽ ഒരു സ്ഥലത്ത് അടക്കിയതിനു ശേഷം സ്ട്രോ ഹാറ്റ്സിന്റെ കൂടെ പോകുന്നു. ഇനി നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് അടുത്തതായിട്ട് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഫിഷർമാൻ ഐലൻഡിലേക്കാണ്. അവർ പോകുന്നതിന് മുമ്പ് ഷവർലെറ്റ് ലോല അവളുടെ കയ്യിലുള്ള ഒരു വീവറക്കാടിന്റെ ഒരു കഷ്ണം കീറി അത് നാമിക്ക് കൊടുക്കുന്നു. ഈ വീവറക്കാട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ലോല നാമിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആരെങ്കിലും ഒരു വീവറക്കാട് തന്നാൽ ആ വീവറക്കാട് യൂസ് ചെയ്ത് ആ തന്ന ആൾ എവിടെയാണുള്ളത് അവരുള്ള ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് വീവറക്കാട് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുമ്പോൾ അത് ആരാണോ കൊടുത്തത് അവരുള്ള ഡയറക്ഷനിലേക്ക് ഇത് മൂവ് ആവും. ഇപ്പൊ ലോല ആ വീവറക്കാട് കൊടുത്തതിന് ശേഷം ഈ ഒരു വീവറക്കാട് എന്റെ അമ്മയുടേതാണ്, ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്റെ അമ്മയുടെ അടുത്ത് നിന്ന് അവരോട് സഹായം ചോദിക്കാം, അവരെന്തായാലും നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ടാണ് ലോല ആ ഒരു വീവറക്കാട് അവർക്ക് കൊടുത്തത്. ഈ ഒരു സമയത്താണ് അവർക്കൊരു കാര്യം ഓർമ്മ വന്നത്. എയ്സ് മുമ്പ് അലാബസ്റ്റയിൽ വെച്ച് ലൂഫിക്ക് ഒരു വീവറക്കാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീവറക്കാട് ഇപ്പൊ ലൂഫി എടുത്തു നോക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം എരിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന ലോല സ്ട്രോ ഹാറ്റ്സിനോട് ഈ ഒരു വീവറക്കാട് നിങ്ങൾക്ക് ആരാണോ തന്നത് അയാൾക്ക് എന്തോ ഒരു വലിയ ആപത്ത് സംഭവിക്കാൻ പോവാണ്, അതായത് എയ്സിന് എന്തോ സംഭവിക്കാൻ പോവാണെന്ന്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും അവരുടെ കപ്പലെടുത്ത് ഈ ത്രില്ലർ പാർക്ക് വിട്ട് പുറത്തേക്ക് പോവാണ്. ഇനി അവരുടെ യാത്ര അടുത്തത് ഫിഷർമാൻ ഐലൻഡിലേക്കാണെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു സാഗ ഇവിടെ അവസാനിക്കുന്നു. സോ നമ്മൾ ഇതിനു മുമ്പ് കണ്ട സാഗകൾ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര വലിയ സാഗയൊന്നുമല്ല. പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. 800 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന റൂമയെ കാണിച്ചു. അതുപോലെ പുതിയ
സ്ട്രോ ഹാറ്റ് മെമ്പറിനെ കിട്ടി, പിന്നെ പുതിയൊരു ക്യാരക്ടർ കൂമയ്ക്കും ഡ്രാഗണും തമ്മിലുള്ള എന്തോ ഒരു ബന്ധം കാണിച്ചു, അവസാനം എയ്സിനും എന്തോ സംഭവിക്കാൻ പോവാണെന്ന് കാണിച്ചു. ഇതിന്റെയൊക്കെ ഉത്തരം നമുക്ക് എന്താണെന്ന് അടുത്ത സാഗയിൽ കാണാം. അടുത്ത സാഗയിൽ പറയാത്തൊരു കാര്യം റിയൂമയെ കുറിച്ച് മാത്രമാണ്. ആരാണ് റിയൂമ ദ കിങ്? ഇത് കാണിക്കുന്ന സെപ്പറേറ്റ് ഒരു അനിമ ഉണ്ട്, അതിന്റെ പേരാണ് മോൺസ്റ്റേഴ്സ്. അതിൽ ആകെ ഒരു എപ്പിസോഡ് മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ. സോ റിയൂമ ആരാണെന്ന് അറിയാൻ ആ ഒരു എപ്പിസോഡ് കണ്ടാൽ മതി. അടുത്ത വൺ പീസിന്റെ എപ്പിസോഡിന് മുമ്പ് ഈ ഒരു മോൺസ്റ്റേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം. തുടർന്ന് നിങ്ങൾ വൺ പീസ് കാണുമ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ട് വൺ പീസിന്റെ മോൺസ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത സാഗയുടെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അടുത്ത സാഗ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരിക്കും, കാരണം ഒരു ആബ്സല്യൂട്ട് സിനിമ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതാണ്. അതുകൊണ്ട് നല്ല ലെങ്ത് ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി, അടുത്ത പാർട്ട് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. സ്പോയിലർ ഒഴികെ ബാക്കിയുള്ള ഏതൊരു കമന്റും ഞാൻ ഇവിടെ പ്രതീക്ഷിക്കും. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ ആനിമോ.